നമസ്കാരം. വെടിവെക്കട്ടെ വിരുദ്ധന്മാർ, വേട്ടപ്പട്ടി കുരയ്ക്കട്ടെ, ഇല്ല ഞങ്ങൾ പിന്നോട്ടില്ല, ഇനിയും മുന്നോട്ട്. പറയുന്നതാരെന്നറിയാമോ? ചോരച്ചാലുകൾ നീന്തി കയറിയ അങ്ങനെ പോകുന്നു CPM-ന്റെ ഒരു കാലത്ത് വിളിച്ച മുദ്രാവാക്യം. അവർക്കെല്ലാം ഒന്നിനോടും ഭയമില്ലായിരുന്നു, എന്തിനേയും നേരിടാനുള്ള ശേഷിയുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. ഇപ്പോഴിതാ വെറും മരപ്പെട്ടിയെയും ഈനാമ്പേച്ചിയെ പോലും ഈ പാർട്ടി ഭയക്കുന്നു. വേറെ ആരുമല്ല പറഞ്ഞത്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഒരു വലിയ നേതാവാണ്, മുൻ മന്ത്രിയൊക്കെ ആയ ഒരു വലിയ നേതാവാണ്, പേര് നിങ്ങൾക്കറിയാം. ആ വലിയ നേതാവാണ് പറഞ്ഞത്, നമുക്കിപ്പോൾ ഭയങ്കര പേടിയാണ്, ഈനാമ്പേച്ചിയെയും മരപ്പെട്ടിയെ പോലും പേടിയാണ്, അതുകൊണ്ട് സഖാക്കളെ നിങ്ങൾ പേടിക്കണം, ഈനാമ്പേച്ചിയെയും മരപ്പെട്ടിയെയും, അതടുത്ത് നമ്മുടെ അടുത്ത് വരരുത്, വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ് എന്നാണ് സഖാവ് ഈ അണികളെ പ്രകോപിപ്പിച്ചത് അല്ലെങ്കിൽ പഠിപ്പിച്ചെടുത്തത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഏത് ചോരച്ചാലും നീന്തി കയറിയവരാണ് ഞങ്ങൾ. വേട്ടപ്പട്ടികൾ കുറച്ച് വന്നാലും ശരി, വിരുദ്ധന്മാർ വെടിവെച്ചാലും ശരി, എന്തു വന്നാലും ഞങ്ങൾ തരണം ചെയ്യും. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് വിപ്ലവ പാർട്ടി എന്ന് ഒരു കാലത്ത് മുദ്രാവാക്യം വിളിച്ചു. ആ മുദ്രാവാക്യം വിളിച്ചത് അന്നത്തെ കാലഘട്ടത്തിൽ ശരി തന്നെയാണോ? അത് കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ശരിയെ നിലനിർത്തിക്കൊണ്ട് പോകുവാൻ, അത് ഭാരതത്തിലെ ജനങ്ങളുടെ ഉള്ളിൽ അത്തരത്തിലൊരു പ്രസ്ഥാനമായിട്ട് വളർത്തിയെടുക്കുവാൻ ഈ CPM എന്നുള്ള പ്രസ്ഥാനത്തിന് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു, പ്രതിപക്ഷ പാർട്ടിയായിരുന്നു. പക്ഷേ ആ പ്രതിപക്ഷ പാർട്ടി പിന്നീട് ഒന്നുമല്ലാതായി മാറി. 1964 ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് രണ്ടായിട്ട് മാറി. അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ പ്രസക്തി നഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഇവർ പരസ്പരം കലഹിക്കാൻ തുടങ്ങി. ദേശീയ ജനാധിപത്യമൊന്നും ജനകീയ ജനാധിപത്യമൊന്നും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാലം കലഹിച്ചു. എന്തിന്? നമ്മുടെ രാജ്യത്തിന്റെ ആ സ്വാതന്ത്ര്യം പോലും അംഗീകരിക്കാൻ ഇവർ തയ്യാറായിട്ടില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 1945 ക്വിറ്റ് ഇന്ത്യ സമരം വന്നപ്പോൾ ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ തള്ളിപ്പറയുകയും ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ബ്രിട്ടനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും സാമ്പത്തികമായിട്ടും അധികാരമായിട്ടും ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഇപ്പോഴും ആരോപണമായിരുന്നു. ശക്തമായിട്ട് അതിനെ പ്രതിരോധിക്കാനോ മറുപടി പറയാനോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ദേശാഭിമാനി ദിനപത്രം പോലും ഇത്തരത്തിൽ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തള്ളിപ്പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നുകൊണ്ട് കിട്ടിയ ആനുകൂല്യത്തിൽ നിന്ന് കിട്ടിയ പണം കൊണ്ടാണ് ദേശാഭിമാനി എന്ന പത്രം പോലും ഉണ്ടാക്കിയത് എന്ന് ഒരു ആരോപണം ഇന്ന് BJP-യുടെ ഒരു പ്രധാന നേതാവ് ആരോപിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ മറുപടി പറയാനും അതിനെ അനാവശ്യം പറയരുതെന്നൊക്കെ പറയാനല്ലാതെ വ്യക്തമായിട്ട് പോയിന്റുകൾ നിരത്തിക്കൊണ്ട് മറുപടി പറയാൻ പോലും സംസ്ഥാന സെക്രട്ടറിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ പാപ്പരായിരിക്കുന്നു CPM. എന്തായാലും ഒരു പാർട്ടിക്ക് അവരുടെ ദേശീയ ചിഹ്നമായ ധാന്യക്കതിരും അരിവാളും എന്ന ചിഹ്നം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി ചുറ്റിക അരിവാൾ നക്ഷത്രം എന്ന CPM-ന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നവും നഷ്ടപ്പെടും എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതും സംഭവിക്കാൻ തന്നെയാണ് സാധ്യത. അത് CPM നേതാക്കൾ മുൻകൂട്ടി കണ്ടു കഴിഞ്ഞു, അവർ പറഞ്ഞു കഴിഞ്ഞു. അണികളുടെ മുന്നിൽ ആദ്യമേ തന്നെ ഒരു മുൻകൂർ ജാമ്യം എടുത്തു കഴിഞ്ഞു. അണികൾക്ക് മുന്നിൽ മറുപടി പറയാൻ പറ്റാതെ ആകുന്നത് കൊണ്ട്, കാരണം ഈ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും പേടിക്കണം, നമ്മുടെ ചിഹ്നം അതായിട്ട് മാറും എന്നൊരു നേതാവ് പറയുമെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ തന്നെ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ഭാരതവൽക്കരിക്കപ്പെടാത്ത ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ പോലും അംഗീകരിക്കാതെ ഈ അടുത്ത കാലത്താണ് സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുകയും എന്തിന് ഈ 2-3 വർഷത്തിന് മുമ്പാണ് CPM അവരുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ ദേശീയ പതാക ഉയർത്തിയതും എന്നത് നമ്മൾ കാണണം. ആ തരത്തിൽ പാപ്പരായി മാറിയിരിക്കുന്ന ഒരു പാർട്ടി 33 വർഷം ഭരിച്ച പശ്ചിമ ബംഗാളിൽ ഒരു സംസ്ഥാന പാർട്ടി പോലും ആകാൻ കഴിയാത്ത പാപ്പരത്വം വന്നിരിക്കുന്ന പാർട്ടി കേരളത്തിലും സംഭവിക്കാൻ പോകുന്നു. ഈനാമ്പേച്ചിയും മരപ്പെട്ടിയും ഇനി ചിഹ്നമായി മാറും. അത് AK ബാലൻ എന്നുള്ള നേതാവ് പറഞ്ഞത് ശരിയാകും.